അങ്ങനെ CSK 5 പ്രാവശ്യം കപ്പ് നേടിയിട്ടുണ്ടായിരുന്ന CSKയും ഈ വർഷത്തെ IPL നിന്ന് പുറത്തായി. 89 റൺസിനാണ് ഗുജറാത്ത് ടൈറ്റൻസിനോട് അഹമ്മദാബാദിൽ ഇന്നലെ ചെന്നൈ തോറ്റത്. നോക്കൂ, ആദ്യം ബാറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് 84 റൺസ് എടുത്ത സായ് സുദർശൻ, 64 റൺസ് എടുത്ത നമ്മുടെ ശുഭ്മാൻ ഗിൽ, ഇതിന് 57 റൺസ് എടുത്ത ജോസ് ബട്ടറിന്റെ സഹായത്തോടെ 20 ഓവറിൽ 229 റൺസ് അടിച്ചു 4 വിക്കറ്റിന്. ഇത് ചേസ് ചെയ്തിട്ടുള്ള നമ്മുടെ CSK സഞ്ജു സാംസൺ 0, 24 റൺസ് എടുത്ത മാറ്റ് ഷോട്ട്, ദെൻ 16 റൺസ് എടുത്ത ഗെയ്ക്വാദ്, 0 റൺസ് എടുത്ത ഉർവിൽ പട്ടേൽ, ദെൻ 19 റൺസ് എടുത്ത കാർത്തിക് ശർമ്മ, ദെൻ 47 റൺസ് എടുത്തിട്ടുള്ള നമ്മുടെ 17 ബോൾ 47 റൺസ് ശിവൻ ദുബെ, അയാളാണ് 100 കടത്തിയത്. പിന്നെ 8 റൺസ് എടുത്ത ഡവാൻ ബ്രവീസ്, 19 റൺസ് എടുത്ത അൻഷുൽ കമ്പോജ്, 13.4 ഓവറിൽ ഓൾ ഔട്ടായി 140 റൺസിന്. നോക്കൂ, ഫാസ്റ്റ് ബോളിങ്ങിന്റെ സൗന്ദര്യം കാണണമെങ്കിൽ ഇന്നലെ നിങ്ങൾ കാണായിരുന്നു. പേസ് ബോളിംഗ് സിറാജും കഗീസോ റബാഡിയും തമ്മിലുള്ള ആദ്യത്തെ 6 ഓവർ സൂപ്പർ ബോളിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും 3 വിക്കറ്റ് 6 വിക്കറ്റാണ് എടുത്തത്. നോക്കൂ, ഇപ്പൊ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ കളി SRHും RCB തമ്മിലാണ്. അതിൽ ആര് ജയിച്ചാലും വലിയ ഇമ്പാക്ട് വരില്ല. പക്ഷേ +3 റൺ റേറ്റിൽ RCBനെ തോൽപ്പിക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിൾ ചേഞ്ചസ് വരും. RCB താഴേക്ക് വരും, 3ാം സ്ഥാനത്തേക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ പോയിന്റ് നോക്കുകയാണെങ്കിൽ RCB 1ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് 18 പോയിന്റിൽ GT 2ാം സ്ഥാനത്ത്, 16 പോയിന്റിൽ SRH 3ാം സ്ഥാനത്ത്, ദെൻ 14 പോയിന്റ് ആയിട്ട് നമ്മുടെ RR 4ാം സ്ഥാനത്തുണ്ട്. ദെൻ 5ാം സ്ഥാനത്ത് നമ്മുടെ പഞ്ചാബ്, 6ാം സ്ഥാനത്ത് KKR, 7ാം സ്ഥാനത്ത് ചെന്നൈ, 8ാം സ്ഥാനത്ത് നമ്മുടെ DC, 9ാം സ്ഥാനത്ത് മുംബൈ, 10ാം സ്ഥാനത്ത് ലക്നൗ. ഇതാണ് പോയിന്റ് ടേബിൾ. പക്ഷേ ഇതിന്റെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മൾ നാളത്തെ കളി നമ്മൾ ലക്നൌവും പഞ്ചാബും തമ്മിലാണ്. പഞ്ചാബ് ജയിച്ചാൽ 15 പോയിന്റ് ആവും. പിന്നെ ഞായറാഴ്ച ഫസ്റ്റ് കളി മുംബൈ വേഴ്സസ് RR ആണ്. RR ജയിച്ചാൽ സ്ട്രൈറ്റ് അവേ RR പോവും, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചാൻസ് ആവും. KKR ചാൻസ് ആവും. KKR DC തമ്മിലാണ് ഞായറാഴ്ച ലാസ്റ്റ് മാച്ച്. നമുക്ക് ഞായറാഴ്ച അറിയാം ആരൊക്കെ കളിക്കും, പ്ലേ ഓഫ് ഉണ്ട്.